ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് റിവേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ്. ഡിഗ്രി ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത് ഏത്? അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോൾ സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസരോവറിന് അടുത്തുള്ള ബോഗാർ ചു ഗ്ലേസിയറിൽ നിന്നാണ്. അപ്പോൾ സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസരോവറിന് അടുത്തുള്ള ബോഗാർ ചു ഗ്ലേസിയറിൽ നിന്നാണ്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. സിന്ധു നദിയുടെ സവിശേഷതകളാണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി, വെസ്റ്റിലേക്ക് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയും സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയും സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി. അപ്പോൾ ഹിമാലയൻ നദികളിൽ അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയാണ് സിന്ധു നദി. ഇന്ത്യയിൽ ഏറ്റവും ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് സിന്ധു നദി. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി സിന്ധുവാണ്. ലഡാക്ക്, സസ്കർ എന്നീ പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദി. ലഡാക്ക് അതുപോലെ സസ്കർ എന്നീ പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു നദി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ട്രിബ്യൂട്ടറി ഓഫ് ലോസ്റ്റ് റിവർ സരസ്വതി. അപ്പോൾ സരസ്വതിയുടെ ട്രിബ്യൂട്ടറിയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് പോഷക നദി. സരസ്വതി നദിയുടെ പോഷക നദിയാണ് സത്ലജാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് തെക്കോട്ടും തുടർന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ രാജസ്ഥാനിലൂടെയും ഒഴുകിയിരുന്ന നദി. അപ്പോൾ സരസ്വതി നദി ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഇതിൻ്റെ പറയുന്നത് ഇങ്ങനെയാണ്. ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിച്ച് തെക്കോട്ടും തുടർന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ രാജസ്ഥാനിലൂടെയും ഒഴുകിയിരുന്ന നദിയാണ് സരസ്വതി നദി. ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമായി എന്ന് കരുതപ്പെടുന്ന നദിയാണ് സരസ്വതി. ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമായി എന്ന് കരുതുന്ന നദിയാണ് സരസ്വതി. ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സരസ്വതി നദി ഇന്നും ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്നാണ്. അപ്പോൾ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സരസ്വതി നദി ഇന്നും ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്നാണ്. വേദകാലഘട്ടത്തിൽ ഒഴുകിയിരുന്ന സരസ്വതി നദിയുടെ പോഷക നദികളാണ് സത്ലജ്, യമുന, ദൃശാവതി. അപ്പോൾ സരസ്വതി നദിയുടെ പോഷക നദികളാണ് സത്ലജ്, യമുന, ദൃശാവതി. അടുത്ത പോയിന്റ്. പുരാണ കഥകളിൽ പരാമർശിക്കുന്ന സരസ്വതി നദി യാഥാർത്ഥ്യമാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി അധ്യക്ഷൻ KS വാൾഡിയാണ്. ഇപ്പോൾ പുരാണ കഥകളിൽ പരാമർശിക്കുന്ന സരസ്വതി നദി യാഥാർത്ഥ്യമാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ KS വാൾഡിയ. അടുത്ത പോയിന്റ്. ഉറി ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവർ. അപ്പോൾ ഉറി ഡാം ഏത് റിവറിൻ്റെ അക്രോസ് ആയിട്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ BS നദിയുടെ കുറുകെയാണ് ഉറി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. BS നദിയുടെ കുറുകെയാണ് അപ്പോൾ ഉറി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡാമും നദികളെക്കുറിച്ചും നോക്കാം.
ബഗ്ലിഹാർ ഡാം നദി ചിനാബ്. ചിനാബ് നദിക്ക് കുറുകെയാണ് ബഗ്ലിഹാർ ഡാം. സലാൽ ഡാം ചിനാബ് നദിക്ക് കുറുകെയാണ്. ദുൽഹസ്തി ഡാം ചിനാബ് നദിക്ക് കുറുകെയാണ്. പോങ് ഡാം ബിയാസ് നദിക്ക് കുറുകെയാണ്. രഞ്ജിത്ത് സാഗർ ഡാം അല്ലെങ്കിൽ തെയിൻ ഡാം എന്ന് പറയുന്നത് രവി നദിക്ക് കുറുകെയാണ്. ബക്ര ഡാം സത്ലജ് നദിക്ക് കുറുകെയാണ്. നങ്കൽ ഡാം സത്ലജ് നദിക്ക് കുറുകെയാണ്. അപ്പോൾ ബക്ര ഡാമും നങ്കൽ ഡാമും സത്ലജ് നദിക്ക് കുറുകെയാണ്. തെഹ്രി ഡാം ഭഗീരഥി നദിക്ക് കുറുകെയാണ്. ലഖ്വാർ യമുന നദിക്ക് കുറുകെയാണ്. ഉക്കായി ഡാം താപ്തി നദിക്ക് കുറുകെയാണ്. ടീസ്റ്റ റിവർ അടുത്ത ക്വസ്റ്റ്യനാണ്. ടീസ്റ്റ റിവർ ഈസ് ദ ട്രിബ്യൂട്ടറി ഓഫ് ബ്രഹ്മപുത്ര. അപ്പോൾ ടീസ്റ്റ റിവർ എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രഹ്മപുത്രയാണ് ആൻസർ. അടുത്തത് മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ മേജർ ട്രിബ്യൂട്ടറീസ് ആണിത് താഴെ പറയുന്നത്. ടീസ്റ്റ, ലോഹിത്, ദിബാങ്, സുബാൻസിരി, കമേങ്, മനസ്, ബുർഹിദിഹി, റംഗോ, സാങ്പോ. അപ്പോൾ മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് ബ്രഹ്മപുത്രയാണ് ടീസ്റ്റ, ലോഹിത്, ദിബാങ്, സുബാൻസിരി, കമേങ്, മനസ്, ബുർഹിദിഹ, റംഗോ, സാങ്പോ. ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി അതായത് വലിയ പോഷക നദി എന്ന് പറയുന്നത് സുബാൻസിരിയാണ്. റിവർ ടീസ്റ്റ ഒറിജിനേറ്റ്സ് അറ്റ് സോ ലാങ്ങോ ലേക്ക് ഇൻ സിക്കിം ആൻഡ് ഈസ് ഫോർമഡ് ബൈ ദ മെൽറ്റിംഗ് ഓഫ് ടീസ്റ്റ കാൺസെ ഗ്ലേസിയർ. അപ്പോൾ ടീസ്റ്റ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് സോ ലാങ്ങോ ലേക്കിൽ നിന്നാണ്. സിക്കിമിലെ സോലാമോ ലേക്കിൽ നിന്നാണ് ടീസ്റ്റ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അത് ഉണ്ടാകുന്നത് മെൽറ്റിംഗ് ഓഫ് ടീസ്റ്റ ഗാൻസെ ഗ്ലേസിയർ. അപ്പോൾ ടീസ്റ്റ ഗാൻസെ ഗ്ലേസിയർ മെൽറ്റ് ചെയ്തുകൊണ്ട് സിക്കിമിലെ സോലാമോ ലേക്കിൽ നിന്നാണ് ടീസ്റ്റ റിവർ ഉണ്ടാകുന്നത്. ടീസ്റ്റ റിവർ ഇസ് ദ മേജർ റിവർ ഓഫ് സിക്കിം. സിക്കിമിലെ ഏറ്റവും വലിയ റിവർ എന്ന് പറയുന്നത് ടീസ്റ്റ റിവറാണ്. ദ ഫാസ്റ്റസ്റ്റ് റിവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നതും ടീസ്റ്റ തന്നെയാണ്. അടുത്ത പോയിന്റ്, നെയിം ദ ബ്രിഡ്ജ് വിച്ച് ഈസ് ബിൽട്ട് അക്രോസ് ദ റിവർ ടീസ്റ്റ ദാറ്റ് ലിങ്ക്സ് ദ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ടു ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ ബാക്കിയുള്ള നമ്മളെ സംസ്ഥാനങ്ങളുമായിട്ട് ബാക്കിയുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് കൊറോണേഷൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെ ബാക്കിയുള്ള ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് കൊറോണേഷൻ ബ്രിഡ്ജ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ റിവർ ഈസ് കാൾഡ് ആസ് ജമുന ഇൻ ബംഗ്ലാദേശ്. അപ്പോൾ ബംഗ്ലാദേശിൽ ജമുന എന്ന് വിളിക്കപ്പെടുന്ന നദിയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ബ്രഹ്മപുത്രയാണ് ഉത്തരം. ബ്രഹ്മപുത്രയെ ബംഗ്ലാദേശിൽ വിളിക്കുന്ന പേര് ജമുന എന്നാണ്. ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ്പോ എന്നാണ്. അപ്പോൾ ടിബറ്റിലെ ബ്രഹ്മപുത്രയുടെ പേര് സാങ്പോ എന്നാണ്. ബ്രഹ്മപുത്രയുടെ ഉപരിപാതയുടെ ടിബറ്റൻ നാമം യാർലങ് സാങ്പോ. ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ്പോ. അതുപോലെ ബ്രഹ്മപുത്രയുടെ ഉപരിപാതയുടെ ടിബറ്റൻ നാമം യാർലങ് സാങ്പോ. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ജമുന നമ്മൾ ഇപ്പോൾ പറഞ്ഞു. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ഡിഹാങ് സിയാങ്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ഡിഹാങ് സിയാങ് എന്നാണ്. ദ മെയിൽ റിവർ ഇൻ ഇന്ത്യ ഈസ്. അപ്പോൾ ഏക മെയിൽ റിവർ എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ മെയിൽ റിവർ എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയാണ്. ഇനി ബ്രഹ്മപുത്രയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ചെമയുങ് ദുങ് ഹിമാനിയിൽ നിന്നാണ്.
ബ്രഹ്മപുത്രയുടെ ഉത്ഭവം ചെമയും ദുങ് ഹിമാനി. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയും ബ്രഹ്മപുത്രയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയും ഏറ്റവും ജലം വഹിക്കുന്ന നദിയും ബ്രഹ്മപുത്രയാണ്. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദിയും ബ്രഹ്മപുത്രയാണ്. ആസാമിൻ്റെ ജീവരേഖ എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലാണ്. ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം ധോള സദ്യ പാലം അല്ലെങ്കിൽ ഭൂമൻ ഹസാരിക പാലം, ലെങ്ത് 9.55 കിലോമീറ്റർ. അത് നിർമ്മിച്ചിരിക്കുന്നത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായ ലോഹിത് നദിക്ക് കുറുകെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. ഈ നദികളിലെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചായതിനാൽ വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവായിരിക്കും. ഇപ്പോൾ പ്രധാന ഉപദ്വീപീയ നദികളാണ് പറഞ്ഞിട്ടുള്ളത് നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അടുത്ത് നോക്കാം നമുക്ക് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം അറബിക്കടലാണ്. കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ്. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് റിവർ ഇൻ ഒഡീഷ? അപ്പോൾ മഹാനദിയാണ് ഒഡീഷയിലെ ഏറ്റവും വലിയ നദി. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ്. അപ്പോൾ ഷിയോനാഥ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ്. ഇനി മഹാനദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ മലനിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ മലനിരകളിൽ നിന്ന്. മഹാനദിയുടെ നീളം 857 കിലോമീറ്ററാണ്. മഹാനദിയുടെ നീളം 857 കിലോമീറ്ററാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ്. ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മഹാനദിക്ക് കുറുകെയാണ്. അപ്പോൾ ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മഹാനദിയിലാണ്. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖം മഹാനദിയാണ്. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖം മഹാനദി. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖം മഹാനദി. മഹാനദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. മഹാനദിയുടെ പോഷക നദികളാണ് ഷിയോനാഥും ഇബും ടെല്ലും. അപ്പോൾ മഹാനദിയുടെ പോഷക നദികളാണ് ഷിയോനാഥ്, ഇബ്, ടെൽ. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്.
ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. അപ്പോൾ ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. മഹാനദിയുടെ അഴിമുഖം സ്ഥിതി ചെയ്യുന്നത് ഫാൾസ് പോയിൻ്റ് ഒഡീഷയിലാണ്. അപ്പോൾ മഹാനദിയുടെ അഴിമുഖം സ്ഥിതി ചെയ്യുന്നത് ഫാൾസ് പോയിൻ്റ് ഒഡീഷ. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി മഹാനദി. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പോയിൻ്റ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി അണക്കെട്ടാണ്. അപ്പോൾ തെഹ്രി അണക്കെട്ട് ഭഗീരഥി നദിക്ക് കുറുകെയാണ്. ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലാണ് തെഹ്രി അണക്കെട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. നീളം കൂടിയതും ഉയരം കൂടിയതും. അടുത്തത് പറയുന്നത് അണക്കെട്ടും നദിയാണ്. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. ദാമോദർ വാലി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ദാമോദർ നദിയിലാണ്. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിൽ. റിഹന്ത് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് റിഹന്ത് നദിയിൽ. തുംഗഭദ്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്രയിൽ. നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിൽ. തെഹ്രി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിൽ. ദുൽഹസ്തി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിക്ക് കുറുകെ. കോസി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കോസി നദിയിൽ. റാണ പ്രതാപ് സാഗർ സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ നദിയിൽ. ഗാന്ധി സാഗർ സ്ഥിതി ചെയ്യുന്നത് ചമ്പലിൽ. മഹാറാണ പ്രതാപ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബിയാസിൽ. അപ്പോൾ ബക്രാനങ്കൽ സത്ലജ് നദിക്ക് കുറുകെ. ദാമോദർ വാലി അണക്കെട്ട് ദാമോദർ നദിക്ക് കുറുകെ. ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിക്ക് കുറുകെ. റിഹന്ത് അണക്കെട്ട് റിഹന്ത് നദിക്ക് കുറുകെ. തുംഗഭദ്ര അണക്കെട്ട് തുംഗഭദ്രയ്ക്ക് കുറുകെ. നാഗാർജുന സാഗർ കൃഷ്ണ നദിയിലാണ്. തെഹ്രി അണക്കെട്ട് ഭഗീരഥി നദിയിൽ. ദുൽഹസ്തി അണക്കെട്ട് ചിനാബ് നദിയിൽ. കോസി അണക്കെട്ട് കോസി നദിയിൽ. റാണ പ്രതാപ് സാഗർ അണക്കെട്ട് ചമ്പൽ നദിയിൽ. ഗാന്ധി സാഗർ ചമ്പൽ നദിയിൽ. മഹാറാണ പ്രതാപ് ബിയാസ് നദിയിൽ. അടുത്തത് ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം കൊൽക്കത്ത. ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കൊൽക്കത്ത. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരിയാണ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി. അടുത്ത ക്വസ്റ്റ്യൻ, ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി സുബർണരേഖ നദിയുടെ തീരത്താണ്. അപ്പോൾ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം റാഞ്ചിയാണ്. റാഞ്ചി സ്ഥിതി ചെയ്യുന്നത് സുബർണരേഖ എന്ന നദിയുടെ തീരത്താണ്. ഇനി നദീതീര പട്ടണങ്ങൾ നോക്കാം നമുക്ക്. വാരണാസി ഗംഗാ നദിക്ക് തീരത്താണ്. അലഹബാദ് ഗംഗയുടെയും യമുനയുടെയും സംഗമസ്ഥലത്താണ് അലഹബാദ് ഉള്ളത്. അയോധ്യ സരയു നദിയുടെ തീരത്താണ്. പാട്ന ഗംഗാ നദിയുടെ തീരത്താണ്. ഹരിദ്വാർ ഗംഗാ നദിയുടെ തീരത്താണ്. ഡൽഹി യമുന നദിയുടെ തീരത്താണ്. ആഗ്ര യമുന നദിയുടെ തീരത്താണ്. കൊൽക്കത്ത ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ലുധിയാന സത്ലജ് നദിയുടെ തീരത്താണ്. അഹമ്മദാബാദ് സബർമതി നദിയുടെ തീരത്താണ്. ജംഷഡ്പൂർ സുബർണരേഖ നദിയുടെ തീരത്താണ്. റാഞ്ചിയും സുബർണരേഖ നദിയുടെ തീരത്താണ്. കട്ടക്ക് മഹാനദിയുടെ തീരത്താണ്. ഇനിയുള്ളത് ഗുവാഹത്തി ബ്രഹ്മപുത്രയുടെ തീരത്താണ്. ശ്രീനഗർ ചലം നദിയുടെ തീരത്താണ്. ഹൈദരാബാദ് മൂസി നദിയുടെ തീരത്താണ്. അമരാവതി കൃഷ്ണ നദിയുടെ തീരത്താണ്. കാലടി പെരിയാർ നദിയുടെ തീരത്ത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കാലടി പെരിയാർ നദിയുടെ തീരത്ത്. അമരാവതി കൃഷ്ണ നദിയുടെ തീരത്ത്. ഹൈദരാബാദ് മൂസി നദിയുടെ തീരത്ത്. ശ്രീനഗർ ചലം നദിയുടെ തീരത്ത്. ഗുവാഹത്തി ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത്. കട്ടക്ക് മഹാനദിയുടെ തീരത്ത്. റാഞ്ചി സുബർണരേഖ നദിയുടെ തീരത്ത്. ജംഷഡ്പൂർ സുബർണരേഖ നദിയുടെ തീരത്ത്. അഹമ്മദാബാദ് സബർമതി നദിയുടെ തീരത്ത്. ലുധിയാന സത്ലജ് നദിയുടെ തീരത്ത്. കൊൽക്കത്ത ഹൂഗ്ലി നദിയുടെ തീരത്ത്. ആഗ്ര യമുന നദിയുടെ തീരത്ത്. ഡൽഹി യമുന നദിയുടെ തീരത്ത്.
ഹരിദ്വാർ ഗംഗാ നദിയുടെ തീരത്ത്, പാറ്റ്ന ഗംഗാ നദിയുടെ തീരത്ത്, അയോധ്യ സരയൂ നദിയുടെ തീരത്ത്, അലഹാബാദ് ഗംഗ യമുന എന്നിവയുടെ സംഗമ സ്ഥാനത്ത്, വാരണാസി ഗംഗാ നദിയുടെ തീരത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, അമരാവതി റിവർ ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് കാവേരി. അപ്പോൾ കാവേരിയുടെ ട്രിബ്യൂട്ടറിയാണ് അമരാവതി. കാവേരിയുടെ പോഷക നദിയാണ് അമരാവതി. കാവേരി നദിയുടെ ഉത്ഭവം കർണാടകത്തിലെ ബ്രഹ്മഗിരി മലനിരകളിലെ തലക്കാവേരിയിൽ നിന്നാണ്. അപ്പോൾ കാവേരി നദിയുടെ ഉത്ഭവം കർണാടകത്തിലെ ബ്രഹ്മഗിരി മലനിരകളിലെ തലക്കാവേരിയിൽ നിന്നാണ്. കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് കബനി, ഭവാനി, അമരാവതി, പാമ്പാർ, ലക്ഷ്മണ തീർത്ഥം, അർക്കാവതി. അപ്പോൾ കാവേരി നദിയുടെ പ്രധാന പോഷക നദികൾ കബനി, ഭവാനി, അമരാവതി, പാമ്പാർ, ലക്ഷ്മണ തീർത്ഥം, അർക്കാവതി, നോയൽ. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ശിവസമുദ്രവും ഹൊഗനക്കലും. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ശിവസമുദ്രം, ഹൊഗനക്കൽ. കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന സ്ഥലം പുംപുഹാർ. തമിഴ്നാട്ടിലുള്ള പുംപുഹാറിൽ വെച്ചിട്ടാണ് കാവേരി നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദിയാണ് കാവേരി. അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി കാവേരി. ശ്രീരംഗപട്ടണം, ശിവസമുദ്രം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന നദി കാവേരിയാണ്. ശ്രീരംഗപട്ടണം, ശിവസമുദ്രം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന നദി കാവേരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ്. കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ജീവരേഖയാണ് കാവേരി. കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ നിലവിൽ വന്നത് 1990-ലാണ്. കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ നിലവിൽ വന്നത് 1990-ലാണ്. കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണലിൻ്റെ വിധി പ്രകാരം കേരളത്തിന് കാവേരി നദിയിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിൻ്റെ അളവ് 300 TMC അടിവെള്ളമാണ്. അപ്പോൾ കേരളത്തിന് കാവേരി നദിയിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിൻ്റെ അളവ് 30 TMC അടിവെള്ളം. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത് ദാമോദറാണ്. ബീഹാറിൻ്റെ ദുഃഖം കോസി, അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. അപ്പോൾ ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ദാമോദർ, ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി, അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി, പാതാളഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ, അർദ്ധഗംഗ എന്നറിയപ്പെടുന്നതും കൃഷ്ണ. അപ്പോൾ വൃദ്ധഗംഗ ഗോദാവരി, ദക്ഷിണഗംഗ കാവേരി, പാതാളഗംഗ കൃഷ്ണ, അർദ്ധഗംഗ കൃഷ്ണ. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി മണ്ഡോവിയാണ്. ഗോവയുടെ ജീവരേഖ മണ്ഡോവി. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ടീസ്റ്റ. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരി. മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് കൊയ്ന. മധ്യപ്രദേശിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്നത് ബേട്ടുവ. അപ്പോൾ ഗോവയുടെ ജീവരേഖ മണ്ഡോവി, സിക്കിമിൻ്റെ ജീവരേഖ ടീസ്റ്റ, ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരി, മഹാരാഷ്ട്രയുടെ ജീവരേഖ കൊയ്ന, മധ്യപ്രദേശിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്നത് ബേത്വ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് KSൻ്റെ ക്വസ്റ്റ്യനാണ്. കൺസിഡർ ദ ഫോളോവിങ് വാട്ടർഫാൾ പെയറും. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1, 3, 4 ശരിയാണ്. 1, 3, 4 ശരിയാണ്. അതായത് ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്.
ചിത്രകൂട് വാട്ടർഫാൾ ഉള്ളത് ഇന്ദ്രാവതി റിവറിലാണ്. ചിത്രകൂട് വാട്ടർഫാൾ ഇന്ദ്രാവതി റിവറിലാണ്. ജോഗ് വാട്ടർഫാൾ ചാരാവതി റിവറിലാണ് ജോഗ് വാട്ടർഫാൾ ഉള്ളത്. ആതിരപ്പള്ളി വാട്ടർഫാൾ ഉള്ളത് ചാലക്കുടി നദിയിലാണ് ആതിരപ്പള്ളി വാട്ടർഫാൾ ഉള്ളത്. ഇപ്പോൾ വാട്ടർഫാളും റിവറും നോക്കാം. കുഞ്ചിക്കൽ വാട്ടർഫാൾ ഉള്ളത് വരാഹി റിവറിലാണ്. ജോഗ് വാട്ടർഫാൾ ഉള്ളത് അല്ലെങ്കിൽ ഗർസോപ്പ ഫാൾ എന്ന് പറയുന്നത് ശരാവതി നദിയിലാണ്. ദൂദ്സാഗർ വാട്ടർഫാൾ ഉള്ളത് മണ്ഡോവി നദിയിലാണ്. കുറ്റാലം വാട്ടർഫാൾ ഉള്ളത് ചിറ്റാർ നദിയിലാണ്. ലോധ് അല്ലെങ്കിൽ ബുരാഗംഗ ഫാൾസ് ഉള്ളത് ബുര നദിയിലാണ്. ശിവസമുദ്രം വാട്ടർഫാൾ ഉള്ളത് കാവേരി നദിയിലാണ്. ചിത്രകൂട് വാട്ടർഫാൾ ഉള്ളത് ഇന്ദ്രാവതി നദിയിലാണ്. ദൂദ്സാഗർ വാട്ടർഫാൾ ഉള്ളത് നർമ്മദ നദിയിലാണ്. ഗഡ വാട്ടർഫാൾ ഉള്ളത് കെൻ നദിയിലാണ്. ഹൊഗനക്കാൽ വാട്ടർഫാൾ ഉള്ളത് കാവേരിയിലാണ്. പാപനാശം വാട്ടർഫാൾ ഉള്ളത് താമിരബരണിയിലാണ്. ജോനഹ വാട്ടർഫാൾ ഉള്ളത് രാരു നദിയിലാണ്. ഹുന്ദ്രു വാട്ടർഫാൾ ഉള്ളത് സുബർണരേഖ നദിയിലാണ്. ബിഷപ്പ് വാട്ടർഫാൾ ഉള്ളത് ഉമിയ നദിയിലാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ബിഷപ്പ് വാട്ടർഫാൾ ഉള്ളത് ഉമിയ നദി. ഹുന്ദ്രു വാട്ടർഫാൾ ഉള്ളത് സുവർണരേഖ നദി. ജോൻഹ വാട്ടർഫാൾ ഉള്ളത് രാരു നദി. പാപനാശം വാട്ടർഫാൾ ഉള്ളത് താമിരബരണി നദി. ഹൊഗനക്കാൽ വാട്ടർഫാൾ ഉള്ളത് കാവേരി നദി. ഗാഡ വാട്ടർഫാൾ ഉള്ളത് കെൻ നദി. ദ്വാന്തർ വാട്ടർഫാൾ ഉള്ളത് നർമ്മദ നദി. ചിത്രകൂട് വാട്ടർഫാൾ ഉള്ളത് ഇന്ദ്രാവതി നദി. ശിവസമുദ്രം വാട്ടർഫാൾ ഉള്ളത് കാവേരി നദി. ലോധ് അല്ലെങ്കിൽ ബുരാഗംഗ വാട്ടർഫാൾ ഉള്ളത് ബുരയിൽ. കുറ്റാലം വാട്ടർഫാൾ ഉള്ളത് ചിറ്റാറിൽ. ദൂദ്സാഗർ വാട്ടർഫാൾ ഉള്ളത് മണ്ഡോവിയിൽ. ജോഗ് ഫാൾസ് അല്ലെങ്കിൽ ഗർസോപ്പ ഫാൾസ് ഉള്ളത് ശരാവതിയിൽ. കുഞ്ചിക്കൽ വാട്ടർഫാൾസ് ഉള്ളത് വരാഹിയിൽ. അപ്പോൾ ഇത്രയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളും റിവേഴ്സ് എന്ന ടോപ്പിക്കിലുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.